Hello dear students, all of you welcome to this video. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റിൽ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അക്യൂമുലേഷൻ ഓഫ് ഇൻകം, അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ട്രസ്റ്റ് അത് റിസീവ് ചെയ്യുന്ന ഇൻകംസ് അതിന് എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 85% ഓഫ് ഇറ്റ്സ് ഇൻകം ഷുഡ് ബി അപ്ലൈഡ് ഫോർ ദ സെഡ് പേർപ്പസ് ഇൻ ദ ഇയർ ഇറ്റ് സെൽഫ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസാണ്, അതാണ് അതിൻ്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അസസ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതാണ് നമ്മളുടെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ 2021 അസസ്മെൻറ്റ് ഇയർ അല്ലേ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2019-20 പ്രീവിയസ് ഇയറിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് 20 lakhs ആണ് ആകെയുള്ള ഇൻകം എന്ന് വിചാരിക്കുക. 20 lakhs ഇൻകം ഉണ്ടെങ്കിൽ ദിസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈസ് റിക്വയർഡ് ടു അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വയർഡ് ടു യൂസ് അറ്റ് ലീസ്റ്റ് 85% ഓഫ് ഇറ്റ്സ് ഇൻകം ഫോർ ദ സെഡ് പേർപ്പസ്. എന്താണോ ചാരിറ്റബിൾ പേർപ്പസിൻ്റെ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ പേർപ്പസ് എന്തിനു വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തതാണോ ആ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 85% അതിൻ്റെ ഇൻകം അത് യൂട്ടിലൈസ് ചെയ്യണം. അതായത് 2019-20 അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. 1920 20 lakhs റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 85% എന്ന് പറയുമ്പോൾ 17 lakhs ഷുഡ് ബി യൂസ്ഡ് ഫോർ ചാരിറ്റബിൾ പേർപ്പസ് ബിഫോർ ദ ക്ലോസ് ഓഫ് ദ ഇയർ 2019-20. അപ്പോൾ ഈ 20 lakhs ഫുള്ളായിട്ട് റിസീവ് ചെയ്തിട്ടില്ല വിചാരിക്കുക. ആകെ 10 ലക്ഷം മാത്രമേ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് റിസീവ് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല, റിസീറ്റ് ഉണ്ടായിട്ടില്ല. ഡിറൈവ് ചെയ്തിട്ടുണ്ട്, കൊടുക്കാമെന്നുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആക്ച്വലി അത് റിസീവ് ചെയ്തിട്ടില്ല. ആകെ 10 lakhs റിസീവ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ 10 lakhs റിസീവ് ചെയ്തൊരു ട്രസ്റ്റിന് 85% 20 lakhsൻ്റെ 85% എന്ന് പറയുമ്പോൾ 17 lakhs ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ, പ്രീവിയസ് ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ആകെ 10 ലക്ഷമേ ഉള്ളൂ. 17 lakhs അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ട്രസ്റ്റിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാം, അതിനൊരു ഓപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്താൽ മതി, ഫോർ ദി പേർപ്പസ് ഓഫ് അവൈലിംഗ് എക്സംഷൻ the option must be exercised by the trust in writing in form number 9A. Form number 9A before the due date of filing of return of income under section 139(1). അതായത് നമ്മൾ വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇൻ റൈറ്റിംഗ് അസസിങ് ഓഫീസറിനെ ഇത് കൺവേ ചെയ്യണം. എന്ത്, അത് റിസീവ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ ബാക്കി 10 lakhs റിസീവ് ചെയ്യുന്നത് 20 lakhsൽ 10 lakhs ഇപ്പോൾ റിസീവ് ചെയ്തു. 20 lakhs ആണ് ഇൻകം എങ്കിൽ അതിൻ്റെ 85% 17 lakhs അപ്ലൈ ചെയ്യണമായിരുന്നു, യൂസ് ചെയ്യണമായിരുന്നു. അത് അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ആകെ 10 lakhs റിസീവ് ചെയ്തിട്ടുള്ളൂ ഈ പ്രീവിയസ് ഇയറിൽ. ബാക്കി റിസീവ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ ആണെന്ന് വിചാരിക്കുക. 21-22 ഇയറിലാണ്, 21-22 പ്രീവിയസ് ഇയറിലാണ് ബാക്കി 10 lakhs കിട്ടിയതെങ്കിൽ ബാക്കി വരുന്ന 7 lakhs 10 lakhs ഇപ്പോൾ അപ്ലൈ ചെയ്യാമല്ലോ, അത് യൂസ് ചെയ്യാം. 10 lakhs ഓൾറെഡി റിസീവ് ചെയ്തു. ബാക്കി 7 lakhs അടുത്ത പ്രീവിയസ് ഇയറിൽ റിസീവ് ചെയ്യുമ്പോൾ അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യണം, ഇൻ റൈറ്റിംഗ് അസസിങ് ഓഫീസറിനെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. അങ്ങനെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ട്രസ്റ്റ് ഈസ് എലിജിബിൾ ഫോർ ദ എക്സംഷൻ ഓഫ് ഇറ്റ്സ് ഇൻകം. ഫുൾ എക്സംഷൻ ഈസ് ഗിവൺ ടു ദി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് വെച്ചാൽ 100% എക്സംഷൻ ഈസ് ഗിവൺ ടു ദി ചാരിറ്റബിൾ ട്രസ്റ്റ്. ഫുൾ എക്സംഷൻ ഈസ് ഗിവൺ. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇൻകം എന്ത് ചെയ്യണം, 85% എങ്കിലും യൂസ് ചെയ്യണം. 85% യൂസ് ചെയ്തിട്ടില്ലെങ്കിലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ അക്യൂമുലേറ്റ് ചെയ്യാം, അങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തത് മിസ്യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊവിഷൻസ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയേ. It is not necessary that the entire income derived in a particular year should be utilized for the charitable or religious purposes
ഇൻ ദ സെയിം ഇയർ. അപ്പോൾ ഇവിടെ തന്ന എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 85% അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് കയ്യിൽ റിസീവ് ചെയ്താലേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അത് റിസീവ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തോളണം. അങ്ങനെ ആ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫുൾ ഇൻകം 20 lakhs എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഈവൻ ഇഫ് 85% ഓഫ് ഇൻകം ഈസ് സോ അപ്ലൈഡ് ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ and not more than 15% is accumulated for such utilization in future, the exemption from tax will still be available. എന്ന് വെച്ചാൽ 85% അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 20 lakhs ആണ് ആളുകളുടെ ഇൻകം, അതിൽ 17 lakhs ഈ വർഷം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ they are eligible for full exemption. Means they can accumulate 15%. ഇനി 15%-ൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20% അക്യുമുലേറ്റ് ചെയ്തു, 20% അക്യുമുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% അവർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നല്ലേ ഇതിൻ്റെ അർത്ഥം, അല്ലേ? ഇനി അങ്ങനെ 15%, 85% അപ്ലൈ ചെയ്യണം, 15% they can accumulate. അങ്ങനെ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് 15%-ൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ the excess over 15% should be invested or deposited as under section 11 subsection 5 to get full exemption. അപ്പോൾ ഫുൾ എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 85% എങ്കിലും അപ്ലൈ ചെയ്യണം. അത് ഈ വർഷത്തിൽ പറ്റിയില്ല, ബിക്കോസ് അത് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ കിട്ടുന്ന വർഷം റിസീവ് ചെയ്യുന്ന ഇയറിൽ ബാക്കി അപ്ലൈ ചെയ്യണം. അത് ഇൻ റൈറ്റിംഗ് അസസിങ് ഓഫീസറിനെ അറിയിക്കണം റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്. ഇനി ഏതെങ്കിലും ഒരു ട്രസ്റ്റ് 85% അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് 15%-ൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ത് കിട്ടും? ഫുൾ എക്സംഷൻ കിട്ടും, പ്രൊവൈഡഡ് that 15% should be accumulated in the following types of investment avenues. എവിടെയൊക്കെ അവർക്ക് അത് അക്യുമുലേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? 85% should be applied. It can be accumulated. 15% means 15% can be accumulated and used. If more than 15% is accumulated, it should be ഇൻവെസ്റ്റഡ് ലൈക്ക്. ഇനി നമ്മൾ പറയാൻ പോകുന്ന തരത്തിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് 15%-ൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്താൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ ഒന്നും കൂടെ പറയാം. 10 lakhs ആണ് ആകെയുള്ള ഇൻകം എന്ന് വിചാരിക്കുക. അപ്പോൾ 8,50,000 എങ്കിലും എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. 8,50,000 ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ആ ചാരിറ്റബിൾ പർപ്പസിന് അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റ് ആ പർപ്പസിന് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ആകെ 8 lakhs യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ അഡീഷണലായിട്ട് അവരെന്ത് ചെയ്തു? 50,000 അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അവർ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പറഞ്ഞ അക്യുമുലേറ്റ് ചെയ്ത എമൗണ്ട് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സേവിങ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് ഓർ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ ദി സ്മോൾ സേവിങ് സ്കീം. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻ എനി അക്കൗണ്ട് വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻ എനി അക്കൗണ്ട് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ യൂണിറ്റ്സ് ഓഫ് UTI. ഫിഫ്ത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എനി സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. Sixth one, investment in debentures issued by a company or corporation. Seventh, investment or deposits in any public sector company. Eighth one, deposit with or investment in any bonds issued by financial corporation which is engaged in providing long-term finance for the industrial development of the country and is eligible for deduction. Ninth, deposit with or investment in any bonds issued by a public company formed and registered in India with the main object of carrying on the business of providing long-term finance for the purpose of construction of houses in India. പിന്നെ deposits or investment in any bonds issued by a public company formed, the main object of that company is to provide long-term finance for urban infrastructure in India. 10th one, investment in immovable property. 11th one, deposit with IDBI. 12th, any other form or mode of investment or deposit as may be prescribed.
ഓക്കെ, അപ്പോൾ അതിൽ സോവറിൻ ഗോൾഡ് ബോണ്ടൊക്കെ നോട്ടിഫൈഡ് ആണ്. അതിലൊക്കെ എന്ത് ചെയ്യാം, ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇൻ അഡീഷൻ ടു ദി ബാക്കി ആ സ്ലൈഡിൽ കൊടുക്കാൻ വിട്ടുപോയി, സോറി. ഇൻ അഡീഷൻ ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഡെപ്പോസിറ്റ് ആസ് എഫോർസെഡ്, the trustee or the manager of the trust has to furnish a statement in the prescribed form number 10 on or before the due date of filing of return of income to the assessing officer, stating the purpose for which the income is being accumulated and the period for which it being accumulated. എന്ന് വെച്ചാൽ ഒരു ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് 85% അതിൻ്റെ ഇൻകം അപ്ലൈ ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ എങ്കിൽ എന്ത് വേണം, അത് 15% കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ട്രസ്റ്റിന് ചെയ്യാം. അതായത് 85% കൂടുതൽ അക്യുമുലേറ്റ് ചെയ്ത 85% ഇപ്പോൾ 80% എന്താ ചെയ്തിട്ടുള്ളൂ, അപ്ലൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ബാക്കി 20% അക്യുമുലേറ്റ് ചെയ്തതാണ്. അങ്ങനെ എക്സസ് അക്യുമുലേറ്റ് ചെയ്ത 5% ഉണ്ട് അല്ലേ. ആക്ച്വലി 8,50,000 10 ലക്ഷം ഇൻകം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണമായിരുന്നു. 8 lakh യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ബാക്കിയുള്ളത് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ എക്സംഷൻ കിട്ടാൻ 10 ലക്ഷം ഇൻകം എക്സംഷൻ കിട്ടാൻ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ട്രസ്റ്റ് എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഫോം 10 അസസിങ് ഓഫീസറിന് അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. എന്നിട്ട് അതെന്ത് ചെയ്യണം, 5 വർഷത്തിൻ്റെ ഉള്ളിൽ ദിസ് എമൗണ്ട് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ്. ഓക്കെ, ഷാൽ നോട്ട് എക്സീഡ് 5 years. ദ അക്യുമുലേഷൻ ഷാൽ നോട്ട് എക്സീഡ് 5 years. ഇനി ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത എമൗണ്ട് അവർ ആ പർപ്പസിനല്ല യൂട്ടിലൈസ് ചെയ്യുന്നത്, മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ദി അക്യുമുലേറ്റഡ് ഇൻകം ആണ് എങ്കിൽ, അതല്ലെങ്കിൽ വിഡ്രോവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഡെപ്പോസിറ്റ് ഫ്രം എലിജിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഡെപ്പോസിറ്റ്, അങ്ങനെ മിസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് ദാറ്റ് മിസ് യൂട്ടിലൈസേഷൻ, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്, ഇഫ് ദ ഇൻകം ഓഫ് ദ ട്രസ്റ്റ് ഈസ് സോ അക്യുമുലേറ്റഡ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് അതർ ദാൻ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്, the amount will be deemed to be the income of the charitable trust or institution for the accounting year in which it is so applied. Right? അപ്പോൾ 5 വർഷത്തേക്കാണ് അത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുക. ഒരാൾ 5 വർഷം കഴിഞ്ഞിട്ടും അത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ 6ാമത്തെ വർഷം അത് അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല. 6ാമത്തെ വർഷം അതെന്തായിട്ട് മാറും, ആ വർഷത്തെ ഇൻകമായിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി അങ്ങനെ തന്നെയൊക്കെയാണ് അക്യുമുലേറ്റ് ചെയ്ത് 5 years ഒന്നും ആയിട്ടില്ല, ഈ പറഞ്ഞ അവന്യൂസിലൊക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിനല്ല എങ്കിൽ ഏത് വർഷത്തിലാണോ അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ആ വർഷത്തെ ഇൻകമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇഫ് ദ അക്യുമുലേറ്റഡ് ഇൻകം സീസസ് ടു റിമെയിൻ ഇൻവെസ്റ്റഡ് ഇൻ എനി ഓഫ് ദ സെക്യൂരിറ്റീസ് ഓർ ഡെപ്പോസിറ്റ്സ് മെൻഷൻഡ് എബവ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞാൽ, നമ്മളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത ഇൻകം എന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ ദ എബവ് സെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി അക്യുമുലേറ്റഡ് ഫോർ 5 years, ഇൻവെസ്റ്റഡ് ഫോർ 5 years. അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഡീംഡ് ടു ബി ദ ഇൻകം ഓഫ് ദി ട്രസ്റ്റ് ഫോർ ദി അക്കൗണ്ടിങ് ഇയർ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ പീരിയഡ് ഓഫ് എക്സ്പയറി ഫോർ അക്യുമുലേഷൻ. റൈറ്റ്. തേർഡ് വൺ എന്ന് പറയുന്നത്, നെക്സ്റ്റ് വൺ എന്താണ്, തേർഡ് വൺ എന്ന് പറയുന്നത്, എനി എമൗണ്ട് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ഔട്ട് ഓഫ് ദി അക്യുമുലേറ്റഡ് ഇൻകം ടു എനി ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ or to any fund or institution or trust or any university or educational institution or hospital or other medical institution either during the period of accumulation or thereafter shall not be treated as application of income. Means if a charitable trust is paying an amount of money out of that accumulated income to any trust
അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് അത് കൊടുക്കുന്നത് എങ്കിൽ അത് അപ്ലിക്കേഷനായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ആൻഡ് വിൽ ബി ടാക്സ്ഡ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലെന്താ ഡിസ്കസ് ചെയ്യുന്നത്? എക്സെപ്ഷൻ റിഗാർഡിങ് യൂട്ടിലൈസേഷൻ ഓഫ് അക്യുമുലേഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ഇൻകം അറ്റ്ലീസ്റ്റ് 85% എങ്കിലും ആ വർഷത്തിൽ അപ്ലൈ ചെയ്യണം. ഇനി റിസീവ് ചെയ്യാത്തതുകൊണ്ട് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഏത് വർഷത്തിലാണോ അത് റിസീവ് ചെയ്യുന്നത് ആ വർഷത്തിൽ അത് അപ്ലൈ ചെയ്യണം. പ്രൊവൈഡഡ് അത് എന്ത് ചെയ്യണം? അസസിങ് ഓഫീസറിനെ ഇൻറ്റിമേറ്റ് ചെയ്യണം ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം, ദാറ്റ് ഈസ് ഫോം നമ്പർ 9A. ഓക്കെ, ഇനി 85% അപ്ലൈ ചെയ്യാം, 15% അക്യുമുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫുൾ ഇൻകം എക്സംഷൻ കിട്ടും. ഇനി ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് 85% അപ്ലൈ ചെയ്യുന്നില്ല, ഇപ്പോൾ 80% അപ്ലൈ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ 70% അപ്ലൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ ബാക്കി ദേ ക്യാൻ അക്യുമുലേറ്റ് ഫോർ 5 years. ദാറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഗിവൺ and that should be utilized accordingly. That should be utilized within 5 years for the charitable or religious purpose. അങ്ങനെയാണെങ്കിലും 85% യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിലും അല്ലെങ്കിൽ 15%-ൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ചാരിറ്റബിൾ ട്രസ്റ്റിനും എന്ത് കിട്ടും? ഫുൾ എക്സംഷൻ കിട്ടും. ഇനി ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പറഞ്ഞ പർപ്പസിനല്ല അത് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിലും എന്ത് കിട്ടും? ചാരിറ്റബിൾ ട്രസ്റ്റിന് ഫുൾ എക്സംഷൻ കിട്ടും. അപ്പോൾ അത് ഏതാണ് സിറ്റുവേഷൻ എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഈഫ് ഡ്യൂ ടു ദ സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി പേഴ്സൺ ഹൂ ഈസ് ഇൻ റെസീറ്റ് ഓഫ് ദി ഇൻകം, എനി ഇൻകം ഓഫ് ദി ട്രസ്റ്റ് വിച്ച് വാസ് അക്യുമുലേറ്റഡ് ആൻഡ് വാസ് ഇൻവെസ്റ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് ആസ് റിക്വയർഡ്, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് കുഡ് നോട്ട് ബി അപ്ലൈഡ് ഫോർ ദ പേർപ്പസസ് ഫോർ വിച്ച് ദ അക്യുമുലേഷൻ വാസ് മെയ്ഡ്. അത് അക്യുമുലേറ്റ് ചെയ്തൊക്കെ കറക്റ്റാണ്, പക്ഷെ അത് ഏത് പർപ്പസിനാണ് അക്യുമുലേറ്റ് ചെയ്തത് അതിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി പേഴ്സൺ ഹൂ ഈസ് ഇൻ ദ റെസീറ്റ് ഓഫ് ദ ഇൻകം, അയാളെ കൺട്രോളിലുള്ള റീസൺ കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ അസസിങ് ഓഫീസർ ഹാസ് ദ റൈറ്റ് ടു ഗിവ് ദി എക്സംഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? ട്രസ്റ്റ് സ്പെസിഫിക്കലി ഫോർ ദിസ് പേർപ്പസ് ആൻ ആപ്ലിക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു ദി അസസിങ് ഓഫീസർ. എന്നിട്ട് ആ ആപ്ലിക്കേഷനിൽ എന്ത് സ്പെസിഫൈ ചെയ്യണം? എന്ത് പർപ്പസിനാണ് അത് യൂസ് ചെയ്യുന്നത്? That should be specified in the application made by the trust and are within the scope of the object of the trust. ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ സ്കോപ്പിൻ്റെ അകത്ത് വരുന്നത് തന്നെ ആകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the trust is eligible for exemption, means they are entitled to retain its exemption from tax while at the same time enabling it to apply its income for charitable purpose other than those for which the accumulation was made. അക്യുമുലേറ്റ് ചെയ്ത പർപ്പസിന് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉള്ള സിറ്റുവേഷനാണ്. ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി പേഴ്സൺ ഹൂ ഈസ് റിസീവിങ് ദ ഇൻകം ആണെങ്കിൽ അസസിങ് ഓഫീസറിനെ ഇൻ റൈറ്റിംഗ് ദേ ക്യാൻ റിക്വസ്റ്റ്. എന്നിട്ട് അങ്ങനെ അസസിങ് ഓഫീസറിന് റൈറ്റ് ഉണ്ട് തീരുമാനിക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്ത് ചെയ്യാം? ദാറ്റ് ക്യാൻ യൂസ് അപ്ലൈ ദ അക്യുമുലേറ്റഡ് ഇൻകം ഫോർ ദി അതർ പേർപ്പസ്. അക്യുമുലേറ്റ് ചെയ്ത പർപ്പസിനല്ലാതെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ദാറ്റ് ഷുഡ് ബി വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓഫ് ദി ട്രസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അസസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കണം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ട്രസ്റ്റ് ഫുൾ ഇൻകം എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 85% എങ്കിലും അപ്ലൈ ചെയ്യണം. 85% അപ്ലൈ ചെയ്യാത്ത ട്രസ്റ്റ് ആണെങ്കിൽ അത് കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാം? അക്യുമുലേറ്റ് ചെയ്യാം. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 5 വർഷത്തേക്കാണ് അക്യുമുലേറ്റ് ചെയ്യേണ്ടത്. അക്യുമുലേറ്റ് ചെയ്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ത് പർപ്പസിനാണ് അക്യുമുലേറ്റ് ചെയ്യുക അതിന് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് അക്കോർഡിംഗ്ലി, അല്ലെങ്കിൽ ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആസ് പ്രൊവൈഡഡ്. അതല്ലാത്തതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ.